ഇന്ന് നോമ്പ് തുറക്കണേന് നല്ലൊരു കബാബ് ഐറ്റം വന്നിട്ട് അടിപൊളി ടേസ്റ്റാണ്. ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കട്ടെ. ആദ്യം നമുക്ക് എല്ലില്ലാത്ത ചിക്കൻ കുറച്ചെടുത്തിട്ട് 250 ഗ്രാം മതിയാവും. അത് എടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് അതൊന്ന് മസാല തേക്കുക. അതിലേക്ക് മുളകും പൊടി മല്ലിപ്പൊടി ഒക്കെ കാലിച്ച സ്പൂൺ, കുരുമുളക് പൊടി നമ്മൾ സാധാ തേക്കുന്ന പോലെ തന്നെ ഇത്തിരി ചെറുനാരങ്ങൻ്റെ നീര് ഒഴിച്ച് കൊടുക്കുക. ശേഷം നന്നായിട്ട് വറുത്ത് കോരിയെടുക്കുക. വെളിച്ചെണ്ണയിൽ തന്നെ വറുത്ത് കോരിയെടുക്കണം. എന്നിട്ട് ഒറ്റ ഉള്ളി ഇട്ടാൽ സവാള നന്നായിട്ട് പൊടിക്കുക, ഗ്രൈൻഡറിലിട്ടിട്ട് പൊടിച്ചെടുക്കുക. എന്താ ഈ ചിക്കൻ വറുത്തെടുത്ത ചിക്കൻ ഉണ്ടല്ലോ അത് പൊടിച്ചിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരിത്തിരി വെളുത്തുള്ളി ചതയ്ക്കുക. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് അറിയിക്കുക. പിന്നെ വട്ടത്തിലൊരു പച്ചമുളക് നന്നായിട്ട് വട്ടത്തിൽ മുറിച്ചെടുക്കുക. എന്താ വെച്ചാൽ മല്ലിച്ചപ്പ് ഒരു ലേസ് ഇട്ട് കൊടുക്കുക. പിന്നെ ക്യാപ്സിക്കാണ് ഇതിലേക്ക് ഏറ്റവും ടേസ്റ്റ് ഇട്ടുക. ഈ ക്യാപ്സിക്കം ചെറിയ കഷ്ണങ്ങളാക്കി നന്നായിട്ട് ചെറുതാക്കി മുറിക്കുക. എന്താ വെച്ചാൽ ഇത്തിരി ഗരം മസാല ഇട്ട് കൊടുക്കുക 1/4 സ്പൂണ്. പിന്നെ കുരുമുളക് പൊടി 1/4 സ്പൂണ്. പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടി, പിന്നെ ചെറിയ ജീരകം ഉണ്ടല്ലോ, ചെറിയ ജീരകത്തിൻ്റെ പൊടി, അത് ചെറിയ ജീരകം ഉണ്ടല്ലോ, ആ 1/4 സ്പൂൺ. ഒക്കെ കാലിച്ച സ്പൂണ് മതി ഇട്ടാൽ. മറ്റേതിൽ മസാല ഉള്ളതൊക്കെ 1/4 സ്പൂൺ ആക്കണം. പിന്നെ പെരുംജീരകത്തിന് വേണ്ടി 1/4 സ്പൂണ്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഏകദേശം 3-4 ബ്രെഡ് എടുത്തിട്ട് മിക്സിയിട്ട് നന്നായിട്ടുണ്ട് പൊടിച്ചെടുക്കുക. ഈ പൊടിച്ച ബ്രെഡ് പൊടി ഉണ്ട് അത് ഇതിൽക്കാട്ട് കൊട്ടി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഏകദേശം നന്നായിട്ട് കുഴച്ചെടുക്കുക, നന്നായിട്ട് മിക്സാക്കുക. അപ്പോൾ തന്നെ ഇതിൽ തന്നെ ഉണ്ടാവും ഇഷ്ടംപോലെ നനവ്. പിന്നെ നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. വെള്ളം ഞാൻ ഒഴിച്ചിട്ടില്ല. ഏകദേശം കബാബ് പോലെ തന്നെ പരത്തിയെടുക്കുക. പരത്തി വെച്ചിട്ട് പിന്നെ 2 മുട്ട കലക്കിയിട്ട് ഒഴിക്കുക. മുട്ട കലക്കി ഒഴിച്ചാൽ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ടെടുത്ത് നന്നായി അടിച്ചതിന് ശേഷം മുട്ടയിൽ മുക്കുക, ബ്രെഡിൽ മുക്കുക. നല്ല ടേസ്റ്റ് രീതിയിലൊന്ന്